ഭർത്താവിന് വിവാഹമോചനം നൽകണമെങ്കിൽ 12 കോടിയും മുംബൈയിലെ ഒരു ഫ്ളാറ്റും ജീവനാംശം വേണമെന്ന ഭാര്യയുടെ ആവശ്യത്തോട് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം ശ്രദ്ധേയമായിരുന്നു. ജീവനാംശം നൽകുക എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിന്റെ പരിധി എന്ത് എന്നത് കൃത്യമായി തീരുമാനിച്ചിട്ടുമില്ല. എന്താണ് ജീവനാംശം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം. ഇന്ത്യയിലെ മെയിൻ്റനൻസ് നിയമങ്ങൾ പ്രധാനമായും ആശ്രിതരായ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. വിവിധ വ്യക്തി നിയമങ്ങളും ക്രിമിനൽ ചട്ടങ്ങളും അനുസരിച്ചാണ് ജീവനാംശം നിർണ്ണയിക്കുക. വിവാഹമോചന കേസുകളിൽ വ്യക്തികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ എന്നിവരെ സംരക്ഷിക്കാനാണ് ഈ നിയമം. പുരുഷന്മാർക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടോ എന്ന കാര്യം പലർക്കും സംശയമാണ്. പരമ്പരാഗതമായി സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് സംരക്ഷണ നിയമങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരുഷന്മാർക്കും സംരക്ഷണം അവകാശപ്പെടാനുള്ള സാധ്യതയെ അംഗീകരിക്കുന്ന തരത്തിൽ കോടതികൾ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ജീവനാംശത്തിന് ഇന്ത്യയിൽ വിവിധ നിയമങ്ങളുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 125 പ്രകാരമായിരുന്നു ജീവനാംശത്തിന് വ്യവസ്ഥ ചെയ്തിരുന്നത്. CRPCക്ക് പകരമായി വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം വിവാഹമോചിതരായ ഭാര്യമാർ, പ്രായപൂർത്തിയാകാത്തവരോ അല്ലെങ്കിൽ സ്വയം പരിപാലിക്കാൻ കഴിയാത്തവരോ ആയ കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർക്കാണ് ഈ വ്യവസ്ഥ പ്രകാരം ജീവനാംശം നൽകുന്നത്. പൊതു നിയമങ്ങൾക്ക് പുറമെ വ്യക്തി നിയമങ്ങളും ജീവനാംശം ഉറപ്പാക്കുന്നുണ്ട്. 1955 ഹിന്ദു വിവാഹ നിയമം, 1956 ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമം എന്നിവ ഹിന്ദുക്കളുടെ ജീവനാംശം നിയന്ത്രിക്കുകയും ഇടക്കാല സ്ഥിരം ജീവനാംശം നൽകുകയും ചെയ്യുന്നു. വിവാഹമോചനത്തിന് ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നൽകുന്നത് 1986 മുസ്ലിം വനിതാ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. 1869 ഇന്ത്യൻ വിവാഹമോചന നിയമപ്രകാരം ക്രിസ്ത്യാനികൾക്കും 1936 പാഴ്സി വിവാഹമോചന നിയമപ്രകാരം പാഴ്സികൾക്കും ജീവനാംശം നൽകുന്നു. 1954 പ്രത്യേക വിവാഹ നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുന്നവർക്ക് ജീവനാംശം ഉറപ്പാക്കുന്നതാണ്. ഇതൊന്നും കൂടാതെ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനക്ഷേമ നിയമം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും കുട്ടികളുടെയും പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. നിയമപരമായി ജീവനാംശം നൽകാൻ ബാധ്യസ്ഥനായ വ്യക്തിയിൽ നിന്ന് സാധാരണയായി ഭർത്താവ്, അച്ഛൻ അല്ലെങ്കിൽ മക്കൾ എന്നിവരിൽ നിന്ന് വിവിധ നിയമ സംവിധാനങ്ങളിലൂടെ ജീവനാംശം ലഭിക്കാം. സ്വത്ത് കണ്ടുകെട്ടൽ, സിവിൽ തടങ്കൽ, കോടതിയലക്ഷ്യ നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളിലൂടെ ജീവനാംശത്തിനുള്ള കോടതി ഉത്തരവുകൾ നടപ്പാക്കാൻ കഴിയും. പ്രധാനമായും ജീവനാംശം കണക്കാക്കുന്നത് ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമല്ല, അഭിഭാഷക ഫീസ്, കോടതി ചെലവുകൾ തുടങ്ങിയ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഭക്ഷണം, വസ്ത്രം, താമസം, വിദ്യാഭ്യാസം, വൈദ്യ ചെലവുകൾ, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കുള്ള കരുതൽ കൂടി ജീവനാംശ തുകയിൽ പരിഗണിക്കാറുണ്ട്. അപ്പോഴും ജീവനാംശം നൽകേണ്ട വ്യക്തിയുടെ സ്വത്ത് പരിശോധിച്ചാകും കോടതിയുടെ തീർപ്പ്. അവിടെയും ജീവനാംശം ലഭിക്കേണ്ട വ്യക്തിയുടെ അമിതമായ ആവശ്യങ്ങൾക്ക് കടിഞ്ഞാണിടാനും കോടതികൾ ശ്രമിക്കാറുണ്ട്.